രാവിലെ കുളിച്ചൊരുങ്ങി കളസമൊക്കെ ഇട്ടോണ്ട് ടിക്കറ്റ് ബ്ലാക്ക് അടിക്കാൻ പോവാ. കാർത്തിയാനി വരുന്ന ചോറ് വെച്ചേക്കണോന്ന് അറിയാൻ ചോദിച്ചാടാ പോത്ത്. വേറെ എങ്ങും ചോറ് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായും വരാ എന്റെ കാർത്തു. വിളവ് 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 പോടുന്നു. ഇതെന്ത് സംഭവം? ആരാ എവിടെയും ചവിട്ടി തേച്ച് വൃത്തിയിലാക്കിയേ? അത് ഉണ്ണികൃഷ്ണൻ കയറിപ്പോയ കാൽപ്പാടാ. ഇവിടെ വാടി. ഞാനറിയാത്ത ഒരു കൃഷ്ണനോ? ആരാടി നിന്റെ ഉണ്ണികൃഷ്ണൻ? അതെ, ഗുരുവായൂര് പോയി കണ്ണടിച്ച് നിന്ന് അങ്ങ് ധ്യാനിക്കണം. അപ്പൊ മനസ്സിൽ തെളിയും അമ്പാടി കൃഷ്ണനെ. ഇത്തരം വിശേഷ ദിവസങ്ങളൊക്കെ അവൻ ജയിലിലല്ലേടി. അപ്പൊ പിന്നെ അവനെ എങ്ങനെ അറിയാനാ? രാവിലെ തന്നെ കാർത്തികനെ കുട്ടി ലാലിനിട്ട് എട്ടിന്റെ പണി പണിഞ്ഞല്ല. ആ കുഴപ്പമില്ല, പോകുന്ന വഴിക്ക് ഒരു ബലമാവട്ടെ. കേസ് തെഞ്ഞു മാഞ്ഞു പോയതുകൊണ്ട് എനിക്കിനി ധൈര്യമായിട്ട് നാട്ടിൽ പോകാം. ആ, ആരും അറിയാതെ ഇതുപോലെ തങ്ങാനൊരു താവളം കിട്ടിയാൽ ഞങ്ങൾ ആരെയും തട്ടും. പിരിക്കാൻ പോയൊരു തെണ്ടിയും കാണുന്നില്ലല്ലോ. കയ്യിലാണെങ്കിൽ 10 പൈസയും ഇല്ല. നിങ്ങൾ എങ്ങനെയാ വെറുതെ പറഞ്ഞു വിടുന്നത്? വേണ്ട, എനിക്കിട്ട് തന്നതുപോലെ ഒരു പണി കൂടെ കൊടുത്തിട്ട് പറഞ്ഞു വിട്. ചവിട്ടി നിൽക്കാനൊരിട ആളായി കൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അറിയാലോ, എടുത്ത വാക്കിന് വെട്ടിയിട്ടേ ജോണി പിന്നെ വർത്താനമുള്ളൂ. നീ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യം. അന്ന് നിന്നെ ഗേറ്റിന്റെ അടുത്ത് ഇറക്കി വിടുമ്പോ ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? സൂക്ഷിക്കണം. ഇതാ രഘുവിന്റെ പണിയാണ്. ലാലൻ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യമാണ് അവൻ. അവന്റെ പെങ്ങക്കിട്ട് നീ ഉമ്മ കൊടുത്തത് ഇപ്പോഴും അവന്റെ മനസ്സിൽ കിടന്ന് തളയ്ക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്തു വന്നാലും നമ്മൾ ഒരുമിച്ച് നിൽക്കുമെന്ന് ഞാൻ തന്ന വാക്ക് ഇവിടെ വെച്ച് മുറിക്കുന്നു. ഇനി ഞാൻ ഈ വഴിക്കില്ല. കൂടെ നിൽക്കുന്നോ പിരിയുന്നു അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷേ എന്നെ തെറ്റിദ്ധരിച്ചിട്ട് നീ പോകരുത്. ഒരിക്കൽ രഘുവിനെ വശമായിട്ട് നിന്റെ കയ്യിൽ ഞാൻ തരും. അന്ന് നീ അവനോട് തന്നെ ചോദിച്ച് സത്യം ബോധിച്ചു. വലിയ ഇതെവിടുന്ന് പിച്ചറാ? പണ്ടാ തിയേറ്ററിൽ നിന്ന് അടിച്ചു മാറ്റി മാച്ചാകുന്ന ഒരു ഷർട്ടും പാൻറ്റും ഇല്ലാത്തോണ്ട് എടുക്കാതെ വെച്ചിരുന്നു. എന്താടാ ചെല്ലിയാലതുപോലെ മെഴിഞ്ഞോ കണ്ണു മിഴിച്ച് നോക്കുന്നത്? എവിടാ രഘു? അവന് സ്വന്തമായിട്ടൊരു പണിയുള്ളതല്ലേ, കടലിൽ പോയി കാണും. എതിലേ പോയാലും തിരിച്ച് ഈ കരയെ വന്നിറങ്ങണമല്ലോ. അവനോട് പറഞ്ഞേരെ ജോണിക്കിട്ട് പണിതവനൊന്നും വെള്ളം ഇറങ്ങി ചത്തിട്ടില്ലാന്ന്. മോനെ, നീയൊക്കെ വലിഞ്ഞു കയറിയെന്ന വരത്തന്മാരാ. ഞങ്ങളൊക്കെ ഈ മണ്ണിൽ തന്നെ ഗുരുത്തോരാ. ജോണി, ഇവനൊക്കെ വെറും ചീളുകള്, വിട്ടുകളയടാ. ഓ, അല്ലേ നീയൊക്കെ ഞങ്ങളെ അങ്ങ് മഴ വെച്ച് ഊടുത്ത് കളയും. നിനക്കൊക്കെ 8ന്റെ പണി അറിയാവോ? വാ പഠിപ്പിച്ചാരാളാ.